ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇത് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ്. ആൻഡ് ദ കാർഡ്സ് വി ഗോട്ട് 3 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ദ ടവർ കാർഡ്. ഇവിടെ ഒരു ടീം വർക്ക് ക്രൈസിസ് ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ക്രൈസിസ് മാനേജ്മെൻറ്റ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ഇവിടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ തന്നെ ഈഗോലെസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അത് നിങ്ങളോട് തന്നെയും മറ്റുള്ളവരോടും ഒക്കെ. ഈ ഒരു സിറ്റുവേഷൻ കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും. അതായത് നിങ്ങളുടെ റോൾ എന്താണ് ഈ ഒരു ടീമിൽ. ടീം വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പ്രൊഫഷണലി മാത്രമല്ല പറയുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ യു ആർ എ ടീം. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം മെമ്പേഴ്സ് എല്ലാം ഒന്നിച്ചാണ് നിങ്ങളുടെ വീട് എന്ന് പറയുന്ന ഒരു കോമൺ ഗോളിലേക്ക് നിന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങളുടെ സ്ഥാനം എന്താണ്? അല്ലെങ്കിൽ പ്രൊഫഷണലി ആണെങ്കിലും ഒരു ടീം വർക്കിൽ നിൽക്കുന്ന സമയത്ത്, കൂട്ടായ്മയിൽ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ നിൽക്കുന്ന സമയത്ത്, മറ്റേതെങ്കിലും തരത്തിലുള്ള കൂട്ടായ്മകളും ഒക്കെ ആയിക്കോട്ടെ, ഇവിടെ എൻ്റെ ആവശ്യം എന്താണ്? എൻ്റെ റോൾ എന്താണ്? ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെ വാല്യൂഡ് ആണോ? എനിക്ക് എന്തെങ്കിലും മറ്റുള്ളവരുടെ അത്രയും കോൺട്രിബ്യൂഷൻസ് ഉണ്ടോ? എൻ്റെ കോൺട്രിബ്യൂഷൻസിന് ഇവർ വാല്യൂ തരുന്നുണ്ടോ എന്നൊക്കെയുള്ള സെൽഫ് ഡൗട്ടുകളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന ടീം വർക്ക് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങളെ തന്നെ മാസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങളിതിനെ എടുക്കുക. നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട്, സെൽഫ് വർത്തിനൊക്കെ കോട്ടം തട്ടുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും അവിടെ നിങ്ങളൊരു പയനീർ ആവുകയും ചെയ്യുന്ന ഒരു എനർജിയാണ്. കമ്മിറ്റ്മെൻറ്റ് ടു എക്സലൻസ് ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈവൻറ്റ്സ് നിങ്ങളുടെ മുന്നിൽ വരുന്ന സമയത്തുമായിരിക്കും. സോ ഈ ഒരു മെസ്സേജ്, ഈ ഒരു കാർഡ്സ് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഗ്രോത്ത്, ക്ലാരിറ്റി ആൻഡ് സക്സസ് നിങ്ങളിലേക്ക് ഉണ്ടായി വരുന്നു എന്നുള്ളത് തന്നെയാണ്.